പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന് പറയുന്നത് കോടതിയിൽ കേസ് നടത്തുക, തോൽക്കുക, വീണ്ടും അപ്പീൽ പോവുക, തോൽക്കുക എന്നുള്ളതാണല്ലോ. ഈ ഗവൺമെൻറ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളൊരു വിഭാഗം അഭിഭാഷകരാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വക്കീൽമാരെ നല്ലോണം പൈസ കൊടുത്ത് സഹായിച്ചൊരു സർക്കാരാണിത്. അപ്പോൾ ഇവരതൊക്കെ ചെയ്യും. പക്ഷെ അതല്ല ഇവിടെ വിഷയം. ഇവിടെ ഒരു വിക്ടിം, നവീൻ ബാബു ഒരു വിക്ടിമാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ റെലവൻ്റാണ്. അതിന് എന്താ പറയുക, അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നവീൻ ബാബു കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലും മറ്റു ജില്ലകളിലൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ADM ആയിട്ടുണ്ട്, തഹസിൽദാരായിട്ടുണ്ട്, പല ചുമതലകളും വഹിച്ചിട്ടുണ്ട്. അവിടങ്ങളിലുള്ള പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ, കാരണം ഇലക്ഷനിൽ ഇവർക്കൊക്കെ റോളുണ്ട്, തഹസിൽദാർക്കും ADM-നൊക്കെ, അവരൊക്കെ പറയുന്നത് ഇദ്ദേഹം വളരെ സത്യസന്ധനായ കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ്. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 25-30 വർഷത്തെ സർവീസ് ചരിത്രമുണ്ട് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരാരോപണം പോലും വന്നിട്ടില്ല. 2018 പ്രളയകാലത്ത് സുത്യർഹമായ സേവനം നടത്തിയ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിനെതിരെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഒരു CPM-കാരൻ, അതും സർക്കാർ ഓഫീസിൽ പണിയുള്ളൊരുത്തൻ പോയിട്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ പോകുന്നു. അങ്ങനത്തെ അത് തന്നെ അഴിമതിയാണ്. അങ്ങനത്തെ ഒരു വിദ്വാൻ വന്നിട്ട് ഇയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് വിഷമമുണ്ട്. കാരണം പൊതുസമൂഹം ഈ മനുഷ്യൻ ഇന്നലെ പൊട്ടിപ്പൊളച്ച മനുഷ്യനുണ്ടല്ലോ, പതിറ്റാണ്ടുകളുടെ സർവീസ് പാരമ്പര്യമുള്ള ചരിത്രമുള്ള മനുഷ്യനാണ്. നിരവധി ജില്ലകളിൽ ജോലിയെടുത്തിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പൊതുജനങ്ങളും ബഹുജന പാർട്ടികളുടെ നേതാക്കന്മാരും നല്ല അഭിപ്രായം പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയാണ് അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് പറയാനുള്ള ചേതോവികാരം. കാരണം ഈ കേരള പോലീസ് ഇപ്പം ഒരുപാട് വിഷയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ കേൾക്കെ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഉണ്ട് എന്ന് പറഞ്ഞ മന്ത്രിക്കെതിരെ കേസെടുക്കാൻ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചത്, ആ റിപ്പോർട്ട് കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പോലീസ് സംവിധാനം CPM-ൻ്റെ ഭരണത്തിൽ പാർട്ടി പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കാൻ ശേഷിയില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരു പോലീസ് സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെന്ന് അവർ പറയുമ്പോൾ അതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ എന്താണ്, ആരവിടെ തോൽക്കാൻ പോകുന്നത്? ഇവിടെ എന്തിനാ വാശി കാണിക്കുന്നത്? ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇനിയിപ്പോൾ സുപ്രീം കോടതി പോകണോ? ഒരു കാര്യവുമില്ല. ഈ കേസിൽ ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ പോയാലും ഇതിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. സർക്കാരിന് കുറേ ലക്ഷങ്ങൾ പോകുമെന്നല്ലാതെ. അതുകൊണ്ട് അനാവശ്യമായ ദുർവാശി, ദുരഭിമാനവും ദുർവാശിയും ഒഴിവാക്കി ഇത് ഇപ്പം അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അത് ഈ പൊതുസമൂഹത്തെ, നമ്മുടെ പൊതു അന്തരീക്ഷത്തെ കലുഷിതമാക്കാതെ എത്രയും പെട്ടെന്ന് CBI അന്വേഷണം, അവരും സാധാരണഗതിയിൽ CBI-ക്കാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അവരിപ്പോഴാണ് പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തോളാം കോടതി പറയുകയാണെങ്കിൽ. ആ ഒരു സാഹചര്യത്തിൽ സാധാരണ ഏൽക്കാത്തതിൽ ഇത്തവണ ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും CPM-ന്റെ പ്രതിരോധം. അല്ല, CPM അല്ലല്ലോ അതൊന്നും തീരുമാനിക്കേണ്ടത്, കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കാരണം ഇവിടെ കൊല ചെയ്യപ്പെട്ടത് ആരാ? ഒരു ജില്ലാ ഉദ്യോഗസ്ഥനാ. ജില്ലാ കലക്ടർ കഴിഞ്ഞാൽ അടുത്ത ഉദ്യോഗസ്ഥനാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഗൗരവമുണ്ട്. കാരണം അത് ആ കസാലയിൽ ഇരുന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികളിൽ പെട്ടിട്ടാണ് ആ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ മുകളിൽ ഒരു ചോദ്യചിഹ്നം, ഇതാ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള ചോദ്യചിഹ്നം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജസ്റ്റിസ് നേരത്തെ പറഞ്ഞതുപോലെ നീതി നടപ്പിലാക്കിയാൽ പോരാ, നീതി നടപ്പിലാക്കുന്നു തോന്നിക്കും വിധത്തിൽ ചെയ്താൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് ചെയ്യാനുള്ള സൽബുദ്ധി ഈ സർക്കാരിന് ഈ വൈകിയ വേളയിലെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്.